കല്യാണ വീട്ടിൽ ആരും കാണാത്ത ഒരു കാഴ്ച, ആ പാവപ്പെട്ട പെണ്ണിന്റെ ഉപ്പാട കൽബല്ലയോ. പുതിയാപ്പിള ഇങ്ങനെ ദഫും മുട്ടിക്കടന്നു വന്ന് പാട്ടുപാടി വന്ന് കാളിയുടെ മുമ്പിൽ വന്നിട്ട് രണ്ടുപേരും അഭിമുഖമായിരിക്കുമ്പോ കാളിയാര് പറയുകയാണ്, രണ്ടുപേരുടെയും പെണ്ണിന്റെ വാപ്പ, പുതിയ പെണ്ണിന്റെ വാപ്പയുടെ കൈയും പുതിയാപ്പിളയുടെ കൈയെടുത്തിട്ട് ഇങ്ങനെ മേലോട്ട് വെക്കും. എന്തിനെന്നറിയോ? ഒരു സിംബോളിക്കാണ്. ആ മനുഷ്യൻ പറയാണ്, 10-18 വർഷം കൈവെള്ളയിൽ കൈവല്യം പോലെ കാത്തു സൂക്ഷിച്ച എന്റെ കൺമണിയെ, അവളുടെ ജീവിതം നിന്റെ കൈവെള്ളയിലേക്ക് ഞാൻ വെച്ചു തരികയാ. ഞാൻ എപ്പോഴും കേറി വന്നാലും എന്റെ മടിക്കുത്തിലെ മിഠായി പൊതിയും കാത്തിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട പൊന്നുമോളുപ്പാന്റെ രാജകുമാരി. ഒരു 12 വയസ്സുള്ള ഒരു പൊന്നുമോളുടെ ഉപ്പയുടെ ഹൃദയം എന്ന വാക്കാണിത്. പലപ്പോഴും ഞാൻ ഇങ്ങനെ ഓർക്കാറുണ്ട്, ഒരു മണിക്കൂർ അവളെ കാണാതിരിക്കുമ്പോൾ എന്റെ കൽബ് പൊട്ടുമ്പോ, എങ്ങനെയാണ് റബ്ബേ ഇവളെ കല്യാണം കഴിച്ചു മറ്റൊരു വീട്ടിലേക്ക് പറഞ്ഞു വിടുക എന്ന്. 12 വയസ്സെത്തുമ്പോഴേ എന്റെ കൽബിന്റെ ഉള്ളിൽ ഒരു കനലെരിയുന്നുണ്ടെങ്കിൽ, ആ സമയത്ത് പെൺകുട്ടിയുടെ വാപ്പ ഇങ്ങനെ പുതിയാപ്പടെ കയ്യിലേക്ക് വെക്കുമ്പോ, ആ മനുഷ്യന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ കടലിനേക്കാൾ വലിയ ഇരമ്പലാണ്. അല്ലാഹുവേ, എന്റെ പൊന്നുമോളുടെ ഇനിയുള്ള ജീവിത സന്തോഷമാകുമോ? അവളുടെ കണ്ണീര് വരുമോ? ഇനി പോകുന്ന വീട്ടിൽ എന്റെ പൊന്നുമോള് സന്തോഷത്തോടെ ജീവിക്കുമോ? ആ സമയത്ത് പുതിയാപ്പിളയുടെ കൈ പിടിച്ചിട്ട് പറയുന്ന വാക്കേടെന്നറിയോ? ഇതേവരെ പഠിച്ചില്ലെങ്കിൽ നിക്കാഹിന്റെ സീകയുടെ അർത്ഥം പഠിച്ചോളൂ. എന്റെ അല്ലാഹുവിന്റെ കൽപ്പന പ്രകാരം എന്റെ മോളെ നിനക്ക് ഞാൻ വിവാഹം ചെയ്തു തരികയാ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം 18 വയസ്സ് വരെ ഞാൻ എന്റെ കൈവെള്ളയിൽ വളർത്തി എന്റെ പൊന്നുമോളെ നിനക്ക് ഞാൻ തരുന്നത് യഥാർത്ഥത്തിൽ ഉപ്പാന്റെ രാജകുമാരിയാണ് തരുന്നത്. പ്രിയപ്പെട്ട ആങ്ങളയുടെ പൊന്നുപങ്ങളാണത്. അതേവരെ കളിമുറ്റത്തും വീട്ടുമുറികളിലും കലഹിച്ചും പിണങ്ങിയും ഇരുന്ന പ്രിയപ്പെട്ട പൊന്നാങ്ങളയുടെ പൊന്നുപങ്ങളെയാണ് കൽബ് പറിച്ചിട്ട് നിന്റെ കയ്യിൽ തരിക. ഞാനത് തരാൻ കാരണം എന്തെന്നറിയോ? എന്റെ അല്ലാഹു എന്നോട് കൽപ്പിച്ചത് കൊണ്ടാണ്. പ്രായപൂർത്തിയായൊരു പെൺകുട്ടിയെ വിവാഹം കഴിച്ചു കൊടുക്കൽ ഒരു പിതാവിന്റെ ബാധ്യതയാണെന്ന് എന്റെ ഹബീബ് പറഞ്ഞത് കൊണ്ടാ. അതല്ലെങ്കിൽ ഒരൊറ്റ വാപ്പയും നിന്റെ മക്കളെ കല്യാണം കഴിച്ചു വിടുമായിരുന്നില്ല. എന്റെ അല്ലാഹു പറഞ്ഞത് കൊണ്ട് മാത്രമാണ് നിനക്കെന്നെ മോളെ ഞാൻ തരുന്നത്. അല്ലാതെ എന്റെ വീട്ടിൽ അവൾക്ക്